ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എക്കണോമെട്രിക്ക. ഐ ആം കാവ്യ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ കൊമേഴ്സ് റെഫറൻസ് ആയിട്ടുള്ള ബുക്സിനെ കുറിച്ചാണ്. ഏതൊക്കെ ബുക്ക് നിങ്ങൾക്ക് കൊമേഴ്സിന്റെ മേഖലയിൽ നിന്ന് റെഫർ ചെയ്യാനായി സാധിക്കും എന്നാണ്. അപ്പൊ മാനേജ്മെന്റിന്റെ ഏരിയയിലാണെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ബുക്കാണ് എസെൻഷ്യൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, TN ചബ്ര ആൻഡ് മോണിക്ക S ചബ്ര. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ് P സുബ്ബറാവു, ഹിമാലയ പബ്ലിക്കേഷന്റെ P സുബ്ബറാവുയുടെ ബുക്കും വളരെയധികം നല്ല റെഫറൻസ് മെറ്റീരിയൽ ആണ്. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ് ഫ്രാൻസിസ് ചെറുനിലത്തിന്റെ എല്ലാവരും BAക്കും MAക്കും ഒക്കെ റെഫർ ചെയ്യുന്ന വളരെ ഓതന്റിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണ് ഇന്റർനാഷണൽ ബിസിനസ് ഫ്രാൻസിസ് ചെറുനില. അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അക്കൗണ്ടിങ്ങിന്റെ മേഖലയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ICAയുടെ ബുക്കുകൾ ഉണ്ട്. അതില് ഫൗണ്ടേഷൻ കോഴ്സ് പേപ്പർ 1 മൊഡ്യൂൾ 1 അക്കൗണ്ടിങ്, ഫൗണ്ടേഷൻ കോഴ്സ് പേപ്പർ 1 മൊഡ്യൂൾ 2 അക്കൗണ്ടിങ്ങും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് മറ്റുള്ള ഏരിയയിൽ നിന്നും ഫൗണ്ടേഷൻ കോഴ്സ് പേപ്പർ 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഫൗണ്ടേഷൻ കോഴ്സ് പേപ്പർ 1 ബിസിനസ് എക്കണോമിക്സും നോക്കാം. പക്ഷെ ഈ രണ്ട് ബുക്കിനും പകരം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എക്കണോമിക്സിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്കുകൾ. അപ്പം ആ ബുക്കുകൾ നോക്കിയാലും മതി. അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ഫോർ ഫർദർ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ ബുക്കുകളും റെഫർ ചെയ്യാവുന്നതാണ്. അടുത്തത് അക്കൗണ്ടിങ്ങിന്റെ ഏരിയയിൽ തന്നെ ഓഡിറ്റിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് അശോക് ശർമ്മയുടെ ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി SP ജെയിൻ, KL നറാങ്, സിമ്മി അഗർവാൾ, മോണിക്ക സെഹ്വൽ ഇവരുടെ കല്യാണി പബ്ലിക്കേഷന്റെ ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഫൈനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ മേഖലയിൽ നിങ്ങൾക്ക് ഒരു ബേസ് കിട്ടാൻ വേണ്ടി DK ഗോയൽ, ഷെല്ലി ഗോയലിന്റെ ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റെഫർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പാണ്ഡയുടെ IM പാണ്ഡയുടെ ബുക്ക് ഉണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ ഇത് നിങ്ങൾ ബേസിക്സ് വായിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് IM പാണ്ഡയുടെ ബുക്ക് എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. അതുപോലെ തന്നെ വളരെ നല്ലൊരു ബുക്കാണ് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് S കെവിന്റെ ബുക്കാണത്. അടുത്തത് ബാങ്കിങ്ങിന്റെ ഏരിയയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം MY ഖാന്റെ ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അത് MC ഗ്രോഹിലിന്റെ ആണ് ബേസിക്കലി അതിന്റെ പബ്ലിക്കേഷന്. അതേപോലെ മണി ബാങ്കിങ്, ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് പബ്ലിക് ഫിനാൻസ് ML ജിങ്കന്റെ ബുക്കും റെഫർ ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ബിസിനസ് ലോസ് പഠിക്കാനായിട്ട് BComന്റെ സെമസ്റ്റർ 1ന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അശോക് ശർമ്മ. ആ ഒരു ടെക്സ്റ്റ് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും ബുക്സ് ആണ് നിങ്ങൾ കൊമേഴ്സിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഇതുപോലെ തന്നെ നമ്മൾ എക്കണോമിക്സിന്റെതും ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പ്ലീസ് ഡു വാച്ച് ഇറ്റ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എക്കണോമെട്രിക്കയുടെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.